പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അല്ലേ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? നൗൺ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ ഫസ്റ്റ് ടൈപ്പും അല്ലെ വ്യക്തിവാചകം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി സെക്കൻഡ് അല്ലെ എന്താണ്? ജാതിവാചക സംജ്ഞയാണ്. ജാതിവാചക സംജ്ഞ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ കോമൺ നൗൺ ആയിരുന്നു അല്ലെ. ജാതിവാചക സംജ്ഞ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കോമൺ നൗൺ ആയിരുന്നു അല്ലെ. സംജ്ഞ जो किसी सामान्य वर्ग, जाति या प्रजाति के सभी व्यक्तियों या वस्तुओं के लिए समान रूप से प्रयोग की जाए उसे जातिवाचक संज्ञा कहते हैं. यह किसी एक विशेष नाम के लिए नहीं बल्कि पूरे वर्ग के लिए होता है. किसके लिए होता है? पूरे वर्ग के लिए होता है. जैसे लड़का, लड़की, मनुष्य, अध्यापक, कुत्ता, बिल्ली, कुर्सी, फूल, है ना. So what was common now? It is not for a special name or special thing. It what for that? A group of things, right? If it is boy means for boys, right? It is varg. അല്ലെ, ഒരു ഗ്രൂപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ എന്ത് പറയാറ്? ജാതിവാചക് എന്ന് പറയാറ്. അതിൽ കുറേ എക്സാമ്പിൾസ് പറഞ്ഞു. എന്താണ്? ലടുക്ക, ലടുക്കി, ക്ലാസ്സിൽ കുറേ ബോയ്സ് ഉണ്ട്, ശരിയല്ലേ? അത് ഗ്രൂപ്പാണ്. ഒരാൾക്ക് വേണ്ടി, ഒരു ബോയ്ക്ക് വേണ്ടിയിട്ടുള്ള, ബോയ്സിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്, റൈറ്റ്? മനുഷ്യ എന്താണ്? മനുഷ്യന്മാരാണ് അല്ലെ. എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് പറയണത്. ഒരാളുടെ ഒറ്റയ്ക്കുള്ള പേരല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ആയിട്ടാണ് പറയണത്. ഒരു കുഞ്ഞി സ്റ്റോറിയിലേക്ക് നമുക്ക് പോവാം. छोटा लड़का और जंगल. क्या है? छोटा लड़का और जंगल. एक छोटा लड़का सुबह सुबह जंगल घूमने गया. रास्ते में उसे एक कुत्ता मिला. कुत्ता उसकी ओर देखकर दुम हिलाने लगा. What is the meaning of that? എന്താ അതിന്റെ മീനിങ്? ഒരു കുഞ്ഞു ബോയ് എന്താണ്, ഒരു രാവിലെ തന്നെ കാട്ടിലേക്ക് ഒന്ന് ജസ്റ്റ് നടക്കാനായിട്ട് പോയി അല്ലേ. അപ്പൊ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവൻ എന്ത് കണ്ടു? ഒരു ഡോഗിനെ കണ്ടു. ഡോഗ് എന്താണ് ചെയ്തത്? ആ കൊച്ചിനും ബോയിനെ കണ്ടപ്പോ എന്ത് ചെയ്തു? അതിന്റെ പാലാട്ടാൻ തുടങ്ങി അല്ലെ. ആകെ ജാക്കർ ഉസ്നെ ഏക് ഹരി ഭരി ഘാസ് കാ मैदान देखा. എന്താ കണ്ടത്? ഒരു പച്ചപ്പ് നിറഞ്ഞൊരു ഗ്രൗണ്ടും കണ്ടു. जहां बहुत से पक्षी बैठे थे. वहां पर क्या था? बहुत से पक्षी थे. कुछ पक्षी उड़ रहे थे, कुछ पेड़ पर बैठे थे. लड़के ने एक फूल तोड़ा और उसकी खुशबू सूंघी. तभी उसकी नजर एक सुंदर हिरण पर पड़ी. हिरण शांत खड़ा था. लड़का मुस्कुराया और बोला, ये प्रकृति सच में बहुत सुंदर है. അല്ലെ, നേച്ചർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന് പറഞ്ഞത് ശരിക്കും. കാരണം ആ കൊച്ചു ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോ കുറേ സാധനങ്ങളെ കണ്ടു അല്ലെ. ഇതിലപ്പൊ എന്തൊക്കെയായിരുന്നു ജാതിവാചക സംജ്ഞ ഉണ്ടായിരുന്നത്? ലടുക്ക, ജംഗൽ, കുത്ത, ഘാസ്, പക്ഷി, പേട്, ഫൂൽ, ഹിരൺ, പ്രകൃതി. അപ്പൊ ജാതിവാചകം എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ. ജാതിവാചകം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ പറയാറ്. മനസ്സിലായല്ലോ എന്താ ജാതിവാചകം എന്ന് പറഞ്ഞാല്? ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ പറയണത്. അപ്പൊ അടുത്ത ഒരു എപ്പിസോഡുമായിട്ട് കുറച്ചും കൂടെ പുതിയ പുതിയ അറിവുകളുമായിട്ട് വരാം. ആരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.